Hello friends, welcome to my channel. നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പല ടൈപ്പിലുള്ള ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെന്റ്സ് ഉണ്ട്. നെയിംലി ട്രാൻസ്ലേഷൻ, ഇൻട്രൂഷൻ, എക്സ്ട്രൂഷൻ, ടിപ്പിങ്, പിന്നെ റൊട്ടേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ ടോർക്ക്. ഇങ്ങനൊരു 7 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ലേഷൻ തൊട്ട് തുടങ്ങാം. അതായത് നമ്മുടെ എർത്തിനൊരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത് കണക്ക് ടൂത്തിന് ഒരു സെന്റർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഈ ഒരു പോയിന്റ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സെന്റർ ഓഫ് റെസിസ്റ്റൻസ് ഈ ഒരു പോയിന്റ് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ടൂത്ത് ഫുള്ളി ബോഡിലി ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകും. പോയിന്റ് എയിൽ നിന്ന് മൂവ് ചെയ്ത് പോയിന്റ് ബിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനെയാണ് സെന്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് ബോഡിലി മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. ഇനി അടുത്തത് ഇൻട്രൂഷൻ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഒത്തിരി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ടൂത്തിനെ ജസ്റ്റ് ഈ ഒരു ടിപ്പ് നമ്മൾ നോക്കൂ. അത് ഇൻട്രൂഷൻ കാരണം ഇത് മുകളിലേക്ക് കയറി പോകുന്നു. മനസ്സിലായില്ലേ? ഈ ഒരു ടൂത്തിന്റെ അപ്പെക്സ് നോക്കൂ, ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, ഇത് മുകളിലേക്ക് പോകുന്നത്. ഇതിനെയാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രൂഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ അപ്പെക്സിനെ ടൂത്തിനെ കംപ്ലീറ്റ്ലി താഴേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ നോക്കി, ഈ അപ്പെക്സ് നോക്കൂ, ഈ അപ്പെക്സ് ഇപ്പൊ ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്, താഴേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ടൂത്ത് മൂവ് ചെയ്ത് ഇവിടേക്ക് വരുന്നു. സോ ഇതിനെയാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ നെയിംസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂത്ത് മൂവ്മെന്റ് ആണ് ടിപ്പിങ്. ടിപ്പിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ടിപ്പിംഗ് മൂവ്മെന്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റിമൂവബിൾ അപ്ലയൻസിലാണ് നമ്മൾ ടിപ്പിംഗ് മൂവ്മെന്റ് യൂസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്രൗണിന്റെ മൂവ്മെന്റ് ആയിരിക്കും റൂട്ടിന്റെ മൂവ്മെന്റിനെക്കാട്ടി കൂടുതൽ. ക്രൗണ് റൂട്ടിനെക്കാട്ടി കൂടുതൽ മൂവ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ക്രൗണ് റൂട്ടിനെക്കാട്ടി കൂടുതൽ മൂവ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ടോർക്ക് എന്ന് പറഞ്ഞ വേറൊരു മൂവ്മെന്റ് ഉണ്ട്. അതില് റൂട്ട് ക്രൗണിനെക്കാട്ടി കൂടുതൽ മൂവ് ചെയ്യും. എന്നാണ് റൂട്ട് ക്രൗണിനേക്കാൾ കൂടുതൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ടിപ്പിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കൺട്രോൾഡ് ടിപ്പിംഗും ഉണ്ട്, അൺകൺട്രോൾഡ് ടിപ്പിംഗും ഉണ്ട്. കൺട്രോൾഡ് ടിപ്പിംഗ് ആണ് അൺകൺട്രോൾഡ് ടിപ്പിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം അൺകൺട്രോൾഡ് ടിപ്പിങ്ങിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. അൺകൺട്രോൾഡ് ടിപ്പിങ്ങിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് സെന്റർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ടൂത്തിന്റെ സെന്റർ ഓഫ് റെസിസ്റ്റൻസ് ഇതാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഈ ക്രൗണിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇത് കണ്ടോ, ഈ ഒരു പോർഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇൻസൈസിൽ എഡ്ജ് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഒരു പോയിന്റിലുള്ള ഇൻസൈസിൽ എഡ്ജ് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം റൂട്ടിന്റെ പോർഷൻ, റൂട്ടിന്റെ അപ്പെക്സ് ഇവിടെ ആയിരുന്നു, അത് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നിങ്ങളൊരു വുഡൻ സ്കെയിലിനെ കുറിച്ച് ചിന്തിച്ചു വെക്കുക. ആ വുഡൻ സ്കെയില് അതിന്റെ നടുക്കത്തെ ഭാഗത്ത് ഒന്ന് ആണിയടിച്ച് ഒരു സ്ഥലത്ത് വെച്ചേക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആണിയടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ പോലും അത് മൂവബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു സാധനം ഇങ്ങടേക്ക് തിരിക്കാൻ നേരത്ത്, ഈ വുഡൻ സ്കെയിൽ നമ്മൾ ഇങ്ങടേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഈ ഒരു ഭാഗം ഇങ്ങടേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും. ഇത് തന്നെയാണ് ഈ കോൺസെപ്റ്റ്. നമ്മൾ ഈ ഒരു വുഡൻ സ്കെയിലിന്റെ ഈ ഒരു പോർഷനിലാണ് ആണി അടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു പോർഷൻ തന്നെയാണ്, ആ ഒരു പോർഷനിൽ നിന്നിട്ടാണ് ഈ ഒരു വുഡൻ സ്കെയിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗം ഇങ്ങടേക്കും വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ടൂത്തിന്റെ കാര്യം. നമ്മൾ ആദ്യം ഇരുന്ന ആ ഒരു പൊസിഷൻ, ഈ ടൂത്ത് ആദ്യം ഇരുന്ന പൊസിഷനിൽ നമ്മൾ ആ ടൂത്തിന്റെ റൂട്ട് അപ്പെക്സിന്ന് ഇൻസൈസൽ പോർഷനിലോട്ട് ഒരു വര വരയ്ക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പിന്നെ ആ ടൂത്ത് പോകുന്ന പൊസിഷനിൽ ആ ഒരു അപ്പെക്സിന്ന്, ഇവിടെയാണ് അപ്പെക്സ് വരുന്നത്, അപ്പെക്സിന്ന് ഇൻസൈസൽ പോർഷനിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നേരത്തെ സെന്റർ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്, ഇവിടെയൊക്കെ പഠിച്ചു. ഇത് സെന്റർ ഓഫ് റൊട്ടേഷൻ. ഒന്നുമില്ല, ഈ പോയിന്റിൽ നിന്നിട്ടാണ് ഈ ടൂത്ത് കറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ സെന്റർ ഓഫ് റൊട്ടേഷൻ അൺകൺട്രോൾഡ് ടിപ്പിങ്ങിൽ എപ്പോഴും സെന്റർ ഓഫ് റെസിസ്റ്റൻസിന്റെയും നമ്മളെ റൂട്ട് അപ്പെക്സിന്റെയും ഇടയിലായിരിക്കും. എപ്പോഴും സെന്റർ ഓഫ് ഏകദേശം ഈ ഒരു പോയിന്റിലായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. സെന്റർ ഓഫ് റെസിസ്റ്റൻസിന്റെയും റൂട്ട് അപ്പെക്സിന്റെയും ഇടയിലായിരിക്കും സെന്റർ ഓഫ് റൊട്ടേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കൺട്രോൾഡ് ടിപ്പിങ്ങിനെ കുറിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം ആയിട്ടുള്ള വുഡൻ സ്കെയിൽ അല്ലെങ്കിൽ തടി സ്കെയില് നമ്മൾ അതിന്റെ ടിപ്പ് പോർഷനിൽ നമ്മൾ ആണി അടിച്ച് വെക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഒരിക്കലും ആ ടിപ്പ് പോർഷനിൽ നിന്നിട്ടായിരിക്കും ഇത് ഇങ്ങോട്ട് കറങ്ങുന്നത്.
ആ ടിപ്പ് പോർഷൻ, ഈ ഒരു പോർഷന് വ്യത്യാസമൊന്നുമില്ല, ഈ പോർഷൻ ഇവിടെ തന്നെ ഇരിക്കും. അതുപോലെയാണ് നമ്മുടെ കൺട്രോൾഡ് ടിപ്പിങ് വരുന്നത്. അതിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ, അതായത് ഏത് ഭാഗത്ത് നിന്നാണോ ഈ ടൂത്ത് കറങ്ങുന്നത് ഇതിന്റെ അപ്പിക്കൽ പോർഷനിലായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ വരുന്നത്. അതിന്റെ റൂട്ട് അപ്പെക്സിൽ തന്നെയായിരിക്കും സെന്റർ ഓഫ് റൊട്ടേഷൻ വരുന്നത്. ഈ ഒരു റൂട്ട് അപ്പെക്സിന് ഒരു രീതിക്കുള്ള മാറ്റം ഉണ്ടാവില്ല. ക്രൗൺ മാത്രം എന്ത് ചെയ്യും, കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് ആദ്യം ക്രൗണിന്റെ ആ ഒരു ഇൻസൈസൽ പോർഷൻ ഒരു സ്ഥലത്ത് ഇരുന്നെങ്കിൽ രണ്ടാമത്തെ ഇൻസൈസൽ പോർഷൻ കുറച്ച് ഇങ്ങോട്ട് നീങ്ങും, പക്ഷെ റൂട്ടിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ എപ്പോഴും അപ്പെക്സിൽ തന്നെ ആയിരിക്കും, റൂട്ട് അപ്പെക്സിൽ തന്നെ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൊട്ടേഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇത് ഇൻസൈസൽ നമ്മളൊരു വ്യൂ ആണെന്ന് വിചാരിക്കും ഒരു ടൂത്തിന്റെ. അത് നമ്മൾ ഇങ്ങോട്ട് ഒന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് ഇങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് ഈ ഒരു അറിയാമല്ലോ ഇതിന്റെ ഒരു ഇത് നമ്മളൊരു ലേബിയൽ ആൻഡ് ലിംഗ്വൽ പോർഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻസൈസിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് പോകുന്നു, അപ്പോൾ ഇത് കറങ്ങി വരുന്നു. ഇത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. റൊട്ടേഷൻ ആ ഒരു ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കറങ്ങി വരുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെന്റ് ആണ് ടോർക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ടിപ്പിങ്ങില് ക്രൗണ് റൂട്ടിനെക്കാട്ടി കൂടുതൽ മൂവ് ചെയ്യുമെന്ന്, ടോർക്കില് റൂട്ട് ക്രൗണിനെക്കാട്ടി കൂടുതൽ മൂവ് ചെയ്യും. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഒരിക്കലും ഒരു ടൂത്തിന്റെ റൂട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. നമ്മൾ റൂട്ടിനെ മൂവ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. കാരണം എന്താണ്, ഇത് ആൽവിയോളർ ബോണിന്റെ അകത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തേ ചെയ്യാൻ ഒക്കത്തുള്ളൂ, നമുക്ക് ക്രൗണിൽ മാത്രമേ, ക്രൗൺ പോർഷനിൽ മാത്രമേ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ടൂത്തിനെ സങ്കല്പിക്കാം. ജസ്റ്റ് ഇതൊരു കനൈൻ ആണെന്ന് വിചാരിക്കുക. ഇത് ഈ ഒരു കനൈൻ ചരിഞ്ഞിരിക്കുന്ന ഒരു കനൈനാണ്. ഇതിന്റെ റൂട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന കനൈനാണ്. നമ്മൾ ഇതിനെ നിവർത്തി കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത്. ഈ കപ്പിൾ എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഇതിനെ തന്നെ ഒന്ന് എൻലാർജ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇത് വരച്ചിരിക്കുന്നത്. നമ്മുടെ ഫിക്സഡ് അപ്ലയൻസ് തെറാപ്പിയിൽ നമ്മൾ ഒരു പോർഷനിൽ മാത്രമേ നമ്മളിവിടെ റിമൂവബിൾ അപ്ലയൻസ് തെറാപ്പിയിൽ ഒരു പോർഷനിലാണ് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ടിപ്പിംഗ് മൂവ്മെന്റ്സ് ആണ് വരുന്നത്. ഒരിക്കലും റിമൂവബിൾ അപ്ലയൻസ് തെറാപ്പിയിൽ ടോർക്ക് വരത്തില്ല, അവിടെ ടിപ്പിംഗ് മൂവ്മെന്റ്സ് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് റൂട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഫിക്സഡ് അപ്ലയൻസ് തെറാപ്പി യൂസ് ചെയ്യണം. ഈ ഒരു റിമൂവബിൾ അപ്ലയൻസ് തെറാപ്പിയിൽ റൂട്ട് മൂവ്മെന്റ് വളരെ ചെറുതായിട്ടേ റൂട്ട് മൂവ്മെന്റ് വരത്തുള്ളൂ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അത്ര റൂട്ട് മൂവ്മെന്റ് വരില്ല. അതിന് നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം, നമ്മൾ ഫിക്സഡ് അപ്ലയൻസ് തെറാപ്പി തന്നെ റൂട്ട് മൂവ്മെന്റ് വരാനായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു വയർ ഇതിൽ ഇങ്ങനെ, നമ്മുടെ ബ്രാക്കറ്റ് അറിയാലോ വരച്ചിരിക്കുന്ന അത്ര ഒരു ഭംഗിയുള്ള ഒരു പിക്ചർ ഒന്നുമല്ല, എന്നാലും നമ്മൾ ബ്രാക്കറ്റ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നു. അഡ്ജസന്റ് ടൂത്തിലും ഈ ഒരു ടിൽറ്റഡ് ആയിട്ടുള്ള റൂട്ടിലും കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇന്ന് എൻലാർജ് ചെയ്തിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ജസ്റ്റ് ഈ വയർ പോയിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു ബ്രാക്കറ്റിന്റെ ഈ ഒരു പോർഷനില്, ഈ ഒരു പോർഷനില് വയറ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഒരു പോർഷനിൽ വയറ് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇത് പതുക്കെ പതുക്കെ ടിൽറ്റഡ് ആയിട്ട് വരുന്നു, അപ്രൈറ്റഡ് ആയിട്ട് വരുന്നു, മുകളിലേക്ക് ഇങ്ങനെ അപ്രൈറ്റഡ് ആയിട്ട് വരുന്നു. ഈ ഒരു പോർഷൻ ഓഫ് റൂട്ട് താഴേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നിന്നൊരു സംഭവം ഇങ്ങനെ പതുക്കെ കറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പോ ഈക്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനും ഉള്ള കപ്പിൾ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടിരുന്ന റൂട്ട് വളരെ പതുക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ അപ്രൈറ്റഡ് ആയിട്ട് വരാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൗണിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. റൂട്ടിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ക്രൗണിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. സോ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ
ജസ്റ്റ് ഒന്ന് ആ ബ്രാക്കറ്റ് ഒന്ന് വലുതാക്കി ഒന്ന് വരച്ചിരിക്കണം. ഓർത്തോഡോണ്ടിക് ബ്രാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് വലുതായിട്ട് വരച്ചിരിക്കുകയാണ് ഓർത്തോഡോണ്ടിക് ബ്രാക്കറ്റ്. ഇതിൽ നമ്മൾ രണ്ട് പോർഷനിലാണ് ഫോഴ്സ്, ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലുമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു ടൂത്ത് ഉള്ളതായിട്ട് സങ്കല്പിക്കും. ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലുമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഒരു പോർഷനിൽ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അടുത്ത ഈ ഒരു പോയിന്റിൽ താഴേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു ടിൽറ്റിങ്, ഈ ഒരു റൂട്ട് ഇവിടെ ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടിരുന്ന റൂട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെന്റ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.